കൂടാതെ നമ്മളിന്നുണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. ഈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെമ്മീനെ നമ്മൾ വറുത്തായിരുന്നു. അത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്താണ് നമ്മൾ വറുത്തത്. ആ എണ്ണയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ആ എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കുറച്ച് ഉലുവ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്ത് ശേഷം ഒരു 3-4 സവാള സ്ലൈസ് ചെയ്ത് എടുത്ത് അതിൻ്റെ അകത്ത് പച്ചമുളകും കൂടെ ഇട്ട് അത് നമുക്ക് വഴറ്റിയെടുക്കാം. അത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് അതിൻ്റെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള ഉപ്പ് ആവശ്യമെങ്കിൽ മൊത്തം വേണം ചേർക്കാം. അല്ലെങ്കിൽ അവസാനം നമുക്ക് പ്രോൺസും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിപ്പം വഴറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് നേരം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുമോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ മൂടി വെക്കുമോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അന്നേരം അതങ്ങനെ റെഡിയാക്കി വെക്കുക. ഇത് കണ്ടോ, ഇതുപോലൊരു ഇഞ്ചി, ഇത്ര ഇഞ്ചി മതി. ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ 2 ഇത് വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, അരച്ചതല്ല ചതച്ചത്. അരച്ചാണേലും കുഴപ്പമൊന്നുമില്ല, അരിഞ്ഞിട്ടാണേലും കുഴപ്പമില്ല. അരിഞ്ഞാണേലും നമ്മൾ ആദ്യം ഇടണമല്ലോ. അന്നേരം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത്, ഇഞ്ചിയുടെ മണം മാറി വരുന്ന സമയത്ത് നമ്മൾ 2 തക്കാളി എടുത്ത് അത് സ്ലൈസ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ചേർക്കണം. നന്നായിട്ട് ഇളക്കി അങ്ങ് കൊടുക്കുക. അതിൻ്റെ ആ തക്കാളിയുടെ ആ മണമെല്ലാം മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾ പൊടിയും, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ തീ ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ടാണ്. കുറച്ച് മീറ്റ് മസാല, പിന്നെ കുറച്ച് മുളക് പൊടി. സാധാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, കാശ്മീരിയും ചേർക്കുന്നുണ്ട്. സാധാ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളേ, കാശ്മീരിയാണ് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ആ മസാല ഇങ്ങോട്ട് മൂത്ത് വരട്ടെ. നന്നായിട്ട് മസാല മൂത്ത് നല്ല ഇതിൻ്റെ കളറെല്ലാം മാറിയ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി നമുക്കതിന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആദ്യം ചേർക്കാം, വേണം ഇത് ഏറ്റവും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് മസാല പൊടിച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ ഈ സമയത്ത് നല്ലതാണ്. ഉപ്പ് മുമ്പ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ടാവുന്നത്. ഇച്ചിരി ഉപ്പും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആ കുറുകിയിരുന്ന ഇത് സമയമാകുമ്പോൾ അതിലായിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ കൊടുത്തിട്ട്, നല്ല ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ തണുത്ത വെള്ളമാണ് ഒഴിച്ചത്, സാധാരണ വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതങ്ങോട്ട് ഇളക്കി അങ്ങ് കൊടുക്കുക. ഇളക്കി എന്നിട്ട് അത് നന്നായിട്ട് തിളയായി വരുന്ന സമയത്ത് അതാ ഈ ഒരു പരുവത്തിൽ ചെയ്യണം. അന്നേരം അതും കൂടെ ഇട്ട് കഴിയുമ്പോഴേ നമ്മൾ വറുത്ത് വെച്ച പ്രോൺസ് നമ്മളതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ആ കുറച്ച് വെള്ളം ഒഴിച്ച് ആ പ്രോൺസും കൂടെ അതിൻ്റെ അകത്ത് കിടന്നങ്ങ് പ്രോൺസിലോട്ട് നല്ലതായിട്ട് ആ മസാല എല്ലാം പിടിച്ചോളും. ഉണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നിൽക്കാൻ. അതെ, ശരിക്കും പറഞ്ഞതിൻ്റെ പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് അടച്ച് വെക്കുകയാണ് നല്ലതാണ്. ചെറു തീയിൽ, വലിയ തീയിൽ ചെറു തീയിൽ. എന്നിട്ട് നമുക്ക് ഗാർണിഷിങ്ങായിട്ട് നമുക്ക് മല്ലിയില അരിഞ്ഞ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ, ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കണം. ഫിനിഷ് ചെയ്യണം. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇച്ചിരി